മാംദാനിയുടെ പോക്ക് എന്നതാണ് ഹെഡിങ്ങെങ്കിലും മാംദാനിയുടെ നിലപാടുകളിലെ പുതുമയും ആർജവത്വവും ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ, വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിനെ മറിച്ചിടുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അവിടെയെല്ലാം പോയി അമേരിക്കയുടെ പ്രതാപം കാണിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കാറുള്ളത്. പിന്നെ വലിയ പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കുന്നതിനെ പറ്റിയും. പക്ഷേ ഇതിനിടയിൽ അവരെ ആരും പറയാത്തതും ചിന്തിക്കാത്തതുമായ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, അവരെങ്ങനെ ജീവിക്കുന്നു? അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, വീടുണ്ടോ, കൂടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടോ? ഇതേപ്പറ്റിയൊന്നും ആളുകൾ ആലോചിക്കാറില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ വലിയ മുതലാളിമാരോ ഒന്നും. അവർ നമ്മൾ സാധാരണയായിട്ട് ടി വിയിലും മാസികകളിലുമൊക്കെ കാണുന്നത് എന്താണ്? ഈ ഹോളിവുഡ് നടീനടന്മാരും അവരുടെ വിവാഹമോചനം, അവരുടെ പേക്കൂത്തുകൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇതല്ലാതെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ പത്രങ്ങളിലും മീഡിയയിലുമൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളാരും താല്പര്യപ്പെടുന്നില്ല അത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിടവിലേക്കാണ് വാസം പറഞ്ഞാൽ മാംദാനി ആ നല്ല നയങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റി ആണല്ലോ അമേരിക്കയിലെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും 80 ലക്ഷം മനുഷ്യർ ജീവിക്കുന്നതുമാണ്. അവിടെയാണ് ഏറ്റവും അധികം പണം ചെലവഴിക്കപ്പെടുന്നത്, ഏറ്റവും അധികം പണം സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലവും. സമ്പന്നരും അതുപോലെ തന്നെ ദരിദ്രരായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ദരിദ്രരായിട്ട് ജീവിക്കുന്നവർ ആ പഴയൊരു സങ്കല്പമുണ്ട്, അവർക്ക് പണിയെടുത്ത് ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയില്ല. ഓരോരുത്തർക്കും എത്ര പണിയെടുത്താലും ഇപ്പം ഒരു തെങ്ങ് കയറ്റക്കാരൻ എത്ര തെങ്ങ് കയറിയാലാണ് അയാൾക്കൊരു പണക്കാരനാകാൻ കഴിയുക? അല്ലെങ്കിൽ ഒരു ബാർബർക്ക് എത്ര പേരുടെ മുടി വെട്ടിയാലാണ് ഒരു പണക്കാരനാകാൻ കഴിയുക? അപ്പോൾ എല്ലാത്തിനും ഓരോ ജോലിക്കും ഒരു പരിധിയുണ്ട്, ചെയ്യുന്ന ജോലികൾക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും IT-കാരാവാൻ പറ്റില്ല, കമ്പനികൾ സ്ഥാപിക്കാൻ പറ്റില്ല. ആ രീതിയിലേക്ക് മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ ഈ ആമസോണോ ഗൂഗിളോ ഇതൊന്നും സൃഷ്ടിക്കാൻ എല്ലാവർക്കും കഴിയുന്നവരില്ല. അത് ചുരുക്കം ചിലർക്കേ കഴിയുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്നോണം എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. അപ്പം ഈ മാംദാനിയുടെ ചില നയങ്ങൾ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പുതിയ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. എങ്ങനെ നടപ്പാക്കും എന്ന് അറിഞ്ഞുകൂടാ. അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടില്ല. പണം കിട്ടുകയാണെങ്കിൽ കിട്ടണം. മറ്റുള്ളവരാരും മുടക്കുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ. കാരണം ഈ പണം കിട്ടുന്നതിന് പ്രധാനപ്പെട്ട സോഴ്സ് ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് സഹായിക്കേണ്ടത്. ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് സഹായിക്കേണ്ടത്. അവർ തുണച്ചാൽ മാത്രമേ അത്രയധികം പണം കിട്ടാനായിട്ടുള്ള വഴി ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ കൂടി ഈ പദ്ധതികളൊക്കെ, ഉദാഹരണത്തിനൊരു പദ്ധതി ഇവിടെ ഈ 6 ആഴ്ച മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് സഹായം ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ ആ കൊച്ചുകുട്ടിയെ ഈ ബേബി സിറ്ററയോ അങ്ങനെ വല്ലതൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ ഏതാണ്ട് $22,500 ഒരു വർഷം ചിലവാകും ഒരു കുടുംബത്തിന്. അപ്പോൾ അത് എത്ര കുടുംബത്തിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കേണ്ടത് സിറ്റിയുടെ കടമയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും ആ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു, ഇന്നതാണ് പ്രശ്നങ്ങളെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഇപ്പം ഒരു ബേബി ബാസ്ക്കറ്റ് വീടുകളിലേക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക്, കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റ് നിറയെ ഓരോ വീടുകളിലേക്കും ആവശ്യമുള്ള വീടുകളിലേക്കെല്ലാം എത്തിക്കുമെന്ന്. വളരെ നല്ലത്. നമ്മുടെ നാട്ടിലെ കിറ്റ് അല്ലെങ്കിൽ ഇവിടെ ബാസ്ക്കറ്റ് എന്ന് പേര് മാറ്റിയെന്നേ ഉള്ളൂ. അത് ആവശ്യം തന്നെ, ഒരു കുഴപ്പമില്ല. അതൊന്നും സോഷ്യലിസമോ കമ്മ്യൂണിസമോ അല്ല. അതാണ് ക്ഷേമപ്രവർത്തനങ്ങൾ. അതിനല്ലേ ഇവിടെ ധാരാളമായിട്ടുള്ള പണമുണ്ട് അമേരിക്കയ്ക്ക്. ആ പണം മുഴുവൻ മിസൈൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതുണ്ടാക്കാനും ഇതെല്ലാം ഉണ്ടാക്കാനും അടിച്ചു പൊട്ടിക്കുന്നതിന് പകരം ഒരു പങ്ക് ഈ രാജ്യത്തോട് മുടക്കണ്ടേ? ഈ രാജ്യത്തിൻ്റെ ക്ഷേമം കൂടെ നോക്കണ്ടേ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ ആളുകൾക്ക് പോകാൻ കഴിയുന്നൊരു സംവിധാനം, അത് നടപ്പാക്കാൻ അത്ര പ്രയാസം. 700 മില്യണൊക്കെ വരുമെന്നാണ് ചിലർ പറയുന്നത്. എത്ര മില്യൺ വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതുപോലും നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? അത് തടസ്സമില്ലാതെയും ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലും. അത് മുഴുവൻ ന്യൂയോർക്കുകാർക്ക് ഉപകാരപ്പെടുന്നതാണ്. ന്യൂയോർക്കാരെന്ന് പറഞ്ഞാൽ ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്ക്. അപ്പോൾ അത് നമ്മൾ ഈ പണം ഒരു വിഭാഗത്തിന് കൊടുത്തു കഴിയുമ്പോൾ അത്
മറ്റെല്ലാ രംഗങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതുമൂലം പിന്നെ പിന്നെ പണം സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ കൂടുതൽ പണം ഉണ്ടാവുകയും കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെച്ചം എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേമകരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ റെൻറ്റ് കൺട്രോൾഡ് റെൻറ്റ് കൂട്ടില്ല എന്ന് പിന്നെ ഏതാണ്ട് 2 മില്യണോളം ആളുകൾ ഈ റെൻറ്റ് കൺട്രോൾഡ് ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ റെൻറ്റ് കൂട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് കൂട്ടിക്കൊടുത്തുകൂടെ, ചെറിയ റെൻറ്റ് കൊടുത്തുകൊണ്ട് അവർ ഗംഭീരം വീടുകളിലൊക്കെ താമസിക്കുന്നു. മാംദാനി തന്നെ പിന്നെ സ്റ്റേറ്റ് അസംബ്ലിമാൻ എന്ന നിലയിൽ $1,40,000 ശമ്പളമുണ്ട്. എന്നിട്ടും അദ്ദേഹം റെൻറ്റ് കൺട്രോൾഡ് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെന്ന് ആൻഡ്രൂ കോമോ ആക്ഷേപിച്ചുവെങ്കിലും പിന്നെ അതങ്ങ് ഏശിയില്ല. അപ്പോൾ 1,40,000 ഒക്കെ ശമ്പളമുള്ളവർക്ക് ശരിക്കുള്ള റെൻറ്റ് കൊടുത്ത് താമസിക്കാം. റെൻറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ളത് താമസിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഗ്രേസി മാൻഷൻ പിന്നെ മേയറുടെ ബിൽഡിങ്ങിലേക്ക് താമസം മാറ്റാം, ഗംഭീരം വിശാലമായ ബിൽഡിങ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, പക്ഷേ ട്രംപ് ഉടക്കുക, പിന്നെ ട്രംപ് ഇങ്ങോട്ട് പണമൊന്നും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിലെ പല പദ്ധതികളും മുടങ്ങിപ്പോവും. പിന്നെ ഈ സബ്വേ ലൈനുകൾ, അതുപോലെ തന്നെ വലിയ ക്യാപിറ്റൽ പ്രോജക്റ്റുകൾ. അപ്പോൾ അതൊക്കെ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ന്യൂയോർക്ക് പോലുള്ള മഹാനഗരത്തിന് അത് വലിയ രീതിയിൽ ബാധിക്കും. ന്യൂയോർക്ക് അമേരിക്കയുടെ അഭിമാനമാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ പ്രൗഢി തച്ചുടയ്ക്കുന്ന രീതിയിൽ ഒരു ന്യൂയോർക്കുകാരനായ പ്രസിഡന്റ് അത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പിന്നെ വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം പിന്നെ മാംദാനിയെപ്പോലെ തന്നെ ക്യൂൻസുകാരനാണ് പ്രസിഡൻറ്റും, അവിടെയാണ് അദ്ദേഹവും ജനിച്ചത്. അപ്പോൾ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ആ നഗരത്തിനൊരു താഴ്ച വരുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, രാഷ്ട്രീയം എന്തൊക്കെ ആയിരുന്നാൽ പോലും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, അതുകൊണ്ടായിരിക്കാം ഈ മാംദാനിയുടെ ഭരണകൂടത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 50,000 പേര് ഇതിനകം അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. ഒരപേക്ഷ കൊടുത്താലോ എന്ന് ഞാനും ആലോചിക്കുക. പിന്നെ എന്തായാലും വേണ്ട, പിന്നെ ഈ വയസ്സുകാരത്തിന് പിന്നെ നമ്മൾ ജോലിക്കൊക്കെ പോയാൽ എങ്ങനെയാണെന്നൊരു തോന്നൽ. അതിന് പുറമേ ഈ 30 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പിന്നെ ഇനോഗ്രൽ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് പണം പിരിച്ചപ്പോൾ 30 മണിക്കൂർ കൊണ്ട് $7.5 ലക്ഷം ഡോളറാണ് പിരിഞ്ഞു കിട്ടിയത്. അത്രയധികം തുക, പിന്നെ അത്രയും ചെറിയ മണിക്കൂർ 7.5 ലക്ഷം അതോ 7.5 മില്യൺ ഡോളറാണ് പിരിഞ്ഞു കിട്ടിയത്. അത്രയും ചെറിയ തുക അത്രയും കുറഞ്ഞ സമയത്തിന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു റെക്കോർഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 7,000 പേര് സംഭാവന ചെയ്തു. അപ്പോൾ അത്രയധികം വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ആവേശം മറ്റ് നഗരങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കൂടാഴുകയില്ല. ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഈ വ്യവസായങ്ങളിലും ബിസിനസ്സുകളിലും മാത്രമല്ല ജനങ്ങളിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ജനങ്ങൾ മാറിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഓരോ രാജ്യവും മഹത്തരമാകുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാംദാനി വരുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതവും മതപരമായ കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രസക്തമായൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അതൊന്നും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരികയോ അതേപ്പറ്റി സംസാരിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പം എന്തുകൊണ്ടും നല്ലൊരു ഭരണമായിരിക്കണം ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.